ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തെ ഞെട്ടിച്ച കള്ളന്മാരുടെ കഥ പറഞ്ഞ മണി ഹെയ്സ്റ്റിലെ പ്രൊഫസർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 5 പാഠങ്ങളെ പറ്റിയാണ്. ഇതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചാനലൊന്നും അല്ല, എനിക്കറിയാം. പക്ഷെ വലിയൊരു ഹൈസ്റ്റിനെ പറ്റി പഠിപ്പിക്കുന്ന പ്രൊഫസറിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 5 നല്ല പാഠങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, സെൽഫ് ബിലീഫ്. നമ്മൾ എന്തിനും തയ്യാറാണെന്ന് നമ്മുടെ തന്നെ മനസ്സിലുള്ള ഒരു പോസിറ്റീവ് ചിന്ത, അതാണ് നമ്മളെ ഏതൊരു കാര്യം ചെയ്യാനും പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്നത്. ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ് ചിന്ത, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ആർക്കു മുന്നിലും എളുപ്പത്തിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല. പ്രൊഫസറിലേക്ക് വന്നാൽ റോയൽ മിന്റ് കൊള്ളയടിക്കാൻ വേണ്ടി പ്രൊഫസർ ഉണ്ടാക്കുന്ന ടീമിൽ ആദ്യം ആർക്കും തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ആത്മവിശ്വാസവും ഇല്ലാതെ തകർന്നു പോയവരായിരുന്നു ആ ടീമിലെ മിക്ക അംഗങ്ങളും. എന്നാൽ പ്രൊഫസർ അവരെല്ലാം തേടി കണ്ടുപിടിച്ച ശേഷം അവർക്ക് വേണ്ട ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ആ ആത്മവിശ്വാസമാണ് റോയൽ മിന്റിലെ യൂറോസിൽ നിന്നും ഹൈ സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ള ബാങ്ക് ഓഫ് സ്പെയിനിലെ സ്വർണം വരെ അടിച്ചു മാറ്റാൻ ധൈര്യമുള്ളവരാക്കി അവരെ മാറ്റുന്നത്. പക്ഷെ ജീവിതത്തിൽ കാശ് അടിച്ചു മാറ്റാനുള്ള ആത്മവിശ്വാസം അല്ല നമുക്ക് വേണ്ടത്, വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസമാണ്. നമ്പർ 2, ഹൗ ടു സ്റ്റേ കാം. നമ്മളിൽ പലരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ചെറിയ ചെറിയ സിറ്റുവേഷൻസിൽ പോലും ഒരുപാട് ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചു കൂട്ടി സങ്കടപ്പെട്ടിരിക്കുന്നവരുമാണ്. എന്നാൽ ഒരു മോശം സിറ്റുവേഷനിൽ ദേഷ്യപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും 4 തെറി വിളിച്ചതുകൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ സമയം സിറ്റുവേഷൻ അനുസരിച്ച് അല്പം ക്ഷമ കാണിച്ചു നിന്നാൽ നമുക്കത് തരണം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. പ്രൊഫസറെ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ബാങ്കിൽ കയറി എത്രയോ കണക്കിന് കാശ് അടിച്ചു മാറ്റാനുള്ള പ്ലാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണിത്. അങ്ങേരുടെ മുഖത്ത് അതിന്റെ എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന് പ്രൊഫസർ അല്ലല്ലോ കഷ്ടപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ ആ ബാങ്കിനുള്ളിൽ വെച്ച് 100% നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഓരോ ജീവനുകൾക്കും ഉത്തരവാദി പ്രൊഫസർ മാത്രമാണ്. എന്നിട്ടും അദ്ദേഹം വളരെ ക്ഷമയോടെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മോശം സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് കാര്യങ്ങളെ കുറച്ചുകൂടി വഷളാക്കും. അതും പ്രൊഫസർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലിസ്ബൺ മരിച്ചു എന്ന് കേട്ടപ്പോഴേക്കും പ്രൊഫസർ അത് സത്യമാണോ എന്ന് അറിയാൻ പോലും ശ്രമിക്കാതെ പോലീസുമായി ഒരു യുദ്ധം തന്നെ അവിടെ തുടങ്ങി വെക്കുന്നുണ്ട്. നമ്പർ 3, ഫോക്കസ് ഓൺ വാട്ട് ഈസ് നെസസറി. നമുക്ക് എന്താണോ അത്യാവശ്യം അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. പ്രൊഫസർ തന്റെ ടീമിലുള്ളവർക്ക് ഒരുപാട് അടിസ്ഥാന നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ജീവിതത്തിലും നമ്മൾ കേൾക്കുന്ന നിയമങ്ങൾ പോലെ തന്നെയാണിത്. നമ്മൾ ആരും നിയമങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറില്ല. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ലംഘിക്കാനുള്ളതാണെന്ന് നമ്മുടെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ പ്രൊഫസർ പറയുന്ന ഓരോ നിയമങ്ങളും എന്തിനായിരുന്നുവെന്ന് പിന്നീട് നമുക്ക് സീരീസിൽ കാണാൻ പറ്റും. പ്രൊഫസറിന്റെ ടീമിലുള്ള റിയോ ഒരു ചെറിയ നിയമം ലംഘിച്ചതുകൊണ്ടാണ് അവനെ പുറത്തിറക്കാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരും റിസ്ക് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, അതാണ് വേണ്ടത്. അനാവശ്യമായി ഓരോ കാര്യങ്ങളിൽ ചെന്ന് ചാടരുത്. നമ്പർ 4, ട്രസ്റ്റ് ആൻഡ് സ്റ്റിക്ക് വിത്ത് യുവർ ടീം. ഇതെല്ലാവർക്കും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠമാണ്. നമ്മുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒരു ടീമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ചില സമയത്ത് ആരാണോ ടീം ലീഡർ അയാളെ നമ്മൾ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. അയാൾ എങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ, പക്ഷെ അയാളെ ലീഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ടാകും. ചില ആളുകൾ എന്ത് ചെയ്യും? അവരെങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. കൊതുകിനെ പോലെ ഓരോരുത്തരിലും നെഗറ്റിവിറ്റി പരത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മളെ പരാജയത്തിലേക്കാണ് നയിക്കുന്നത്. മണി ഹെയ്സ്റ്റിൽ ഫിസിക്കലി പ്രൊഫസർ ആ ബാങ്കിൽ ഇല്ലെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം അത് പ്രൊഫസറാണ്. സീരീസിൽ എപ്പോഴൊക്കെ ടീം മെമ്പേഴ്സ് പരസ്പര വിശ്വാസമില്ലാതെ അടികൂടുന്നുണ്ടോ അപ്പോഴൊക്കെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു നല്ല ടീമായി പ്രവർത്തിക്കേണ്ടതെന്ന് പ്രൊഫസർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്പർ 5, പ്ലാനിംഗ് 1 സ്റ്റെപ്പ് അഹെഡ്. എവരിതിങ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്ലാൻ. മണി ഹെയ്സ്റ്റിൽ ഓരോ തവണ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രൊഫസർ പറയുന്ന വാക്കാണിത്. എല്ലാം പ്ലാനിന്റെ ഭാഗമാണ്. പ്രൊഫസർ എപ്പോഴും തനിക്ക് ചുറ്റുമുള്ളവരെക്കാളും 10 പടി മുന്നോട്ടാണ് ചിന്തിക്കാറുള്ളത്. ഒരു നഷ്ടം വന്നാലും പരാജയപ്പെട്ടാലും അത് നേരിടാൻ പ്രൊഫസർ തയ്യാറാവുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സമയത്ത് പ്രൊഫസർ ഞെട്ടുന്നുണ്ടെങ്കിലും അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് പ്രൊഫസർക്ക് അറിയാം. അതുകൊണ്ടാണ് എവരിതിങ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്ലാൻ എന്ന് അദ്ദേഹം പറയുന്നത്. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്ന് മുൻകൂട്ടി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ ടൈം ട്രാവൽ ചെയ്തല്ല പ്രൊഫസർ എല്ലാം മുൻകൂട്ടി കാണുന്നത്, അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെയാണ്. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചിന്തിച്ചാണ് പ്രൊഫസർ ഓരോ അടിയും മുന്നോട്ട് വെക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ഏത് കാര്യത്തിലും ഒരു പടി മുന്നോട്ട് ചിന്തിക്കണം. അപ്പൊ ഇതൊക്കെയാണ് പ്രൊഫസർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാഠങ്ങൾ കൂടിയാണ്. ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ടാണ് എപ്പോഴും പ്രൊഫസർ ജയിക്കുന്നത്.